Dear students, welcome to our another English class. നമ്മുടെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അമിഗോ ബ്രദേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ ആക്ടിവിറ്റികളാണ്. ഓക്കെ, അപ്പോൾ അമിഗോ ബ്രദേഴ്സ് എന്നുള്ള സ്റ്റോറിയിലെ എല്ലാ നോട്ടുകളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് തന്നിട്ടുണ്ട്. അതെല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ആക്ടിവിറ്റി ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ആദ്യമായിട്ട് ഇതിൽ കാണുന്നത് തിങ്ക് ആൻഡ് റൈറ്റ് എന്നുള്ള ഒരു ഭാഗമാണ്. അതിൽ 5 ക്വസ്റ്റ്യനുകൾ കാണുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ദർ ആർ ലോട്ട്സ് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ അന്റോണിയോ ആൻഡ് ഫെലിക്സ്, ലിസ്റ്റ് ദം എന്നാണ് പറയുന്നത്. അന്റോണിയോ അതുപോലെ തന്നെ ഫെലിക്സ് അവർ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റി സാമ്യതകളുണ്ട്, അതുപോലെ തന്നെ ഡിഫറൻസസ് വ്യത്യാസങ്ങളുണ്ട്. എന്തെല്ലാം ആണ് അതെന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവർ തമ്മിലുള്ള സാമ്യതകൾ ഏതൊക്കെയാണ്? അവർ 2 പേരും 17 വയസ്സുള്ള ആൺകുട്ടികളാണ്. അതുപോലെ തന്നെ 2 പേരുടെയും സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ് ആവണം എന്നുള്ളതാണ്. അതുപോലെ 2 പേരും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 പേരും രാവിലെ ഓടുന്നുണ്ട്. അതുപോലെ 2 പേരും ജീവിക്കുന്നത് ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മാൻഹാട്ടനിലായിരുന്നു 2 പേരും താമസിച്ചിരുന്നത്. അതുപോലെ 2 പേരും പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഇതുപോലെയാണ്. പിന്നെ അവർക്ക് 2 പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിക്കാതെ അല്ലെങ്കിൽ വാക്കുകൊണ്ടോ മറ്റേതെങ്കിലും രൂപത്തിൽ മുറിവേൽപ്പിക്കാതെ ഇരിക്കണമെന്നുള്ള ഒരു നിർബന്ധവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവർ തമ്മിലുള്ള സാമ്യതകൾ. ഇനി അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം. ഒന്ന്, അന്റോണിയോ വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി. അന്റോണിയോ വളരെ ഫെയർ ആയിരുന്നു, ലീൻ ആൻഡ് ലാങ്കി ആയിരുന്നു. ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫെലിക്സ് എന്താണ്? ഡാർക്ക്, ഒരു ഇരുണ്ടതായിരുന്നു, ഷോർട്ട്, നീളം കുറവായിരുന്നു, ആൻഡ് ആസ്കി, നല്ല ബലമുള്ള ഒരാളായിരുന്നു. പിന്നെ അവരുടെ മുടിയുടെ കാര്യമാണ്. അന്റോണിയോസ് ഹെയർ വാസ് ആൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ്. അന്റോണിയുടെ മുടി എന്ന് പറഞ്ഞാൽ തൻ്റെ കണ്ണിൻ്റെ മുകളിലൂടെ എപ്പോഴും തൂങ്ങി കിടക്കുന്നതായിരുന്നു. പക്ഷേ ഫെലിക്സിൻ്റെ എന്ന് പറഞ്ഞാൽ ആഫ്രോ സ്റ്റൈലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഫെലിക്സ് 134 പൗണ്ടായിരുന്നു ഭാരമെങ്കിൽ അന്റോണിയോ 133 പൗണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള സാമ്യതകൾ എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോകണം. ഇതിനെ നോട്ട് ഞങ്ങൾക്ക് തന്നിട്ടില്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല. ജസ്റ്റ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി. രണ്ടാമത്തെ ചോദ്യം, അന്റോണിയോ ആൻഡ് ഫെലിക്സ് ആർ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്. ഡു യു കീപ്പ് സച്ച് ഇൻറ്റിമസി വിത്ത് യുവർ ഫ്രണ്ട്സ്? ഡിസ്ക്രൈബ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ അന്റോണിയോ അതുപോലെ തന്നെ ഫെലിക്സും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കും ഇതുപോലത്തെ സുഹൃത്തുക്കളുണ്ടോ? നിങ്ങളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് വിവരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഓരോ അടുത്ത സുഹൃത്തുക്കളുണ്ടാവും. നല്ല ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? നമ്മൾ പറയില്ലേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവനാണ് അല്ലെങ്കിൽ ഇവളാണ് എന്നൊക്കെ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്കറിയാവുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഏറ്റവും നല്ല സുഹൃത്തിനെ കുറിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വാട്ട് ഈസ് ദ മെയിൻ കോൺഫ്ലിക്റ്റ് ഇൻ ദ സ്റ്റോറി? ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് എന്താണ് ചോദിക്കുന്നത്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കലഹം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഈ കഥയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 പേർക്കും എന്താവണം, 2 പേർക്കും ഒരു അംബീഷൻ ഉണ്ട്. അന്റോണിയോക്കും അതുപോലെ തന്നെ ഫെലിക്സിനും. എന്താണ് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്? 2 പേർക്കും ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ് ആവണം. പക്ഷെ എന്താ അവിടുത്തെ പ്രശ്നം എന്താ? ബട്ട് ഓൺലി വൺ ഓഫ് ദം ക്യാൻ ബി എ ചാമ്പ്യൻ. പക്ഷെ ഒരാൾക്ക് മാത്രമേ എന്താവാൻ സാധിക്കുകയുള്ളൂ? ചാമ്പ്യൻ ആവാൻ സാധിക്കുകയുള്ളൂ. സോ ദ ഡിസൈഡ് ടു ഫൈറ്റ് ഇറ്റ് ഔട്ട്. പക്ഷെ അവരെന്ത് ചെയ്തു? തീരുമാനിച്ചു പരസ്പരം ഫൈറ്റ് ചെയ്യാം എന്നുള്ളത്. പക്ഷേ അതാണ് ഇതിലുള്ളത്. കാരണം ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കും ചാമ്പ്യനാണ്, പക്ഷെ ഒരാൾക്കേ കഴിയുള്ളൂ. അപ്പോൾ അവർ ഫൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിലൂടെ വിജയം ആർക്കെങ്കിലും ഒരാൾക്ക് വിജയം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ അവസാനം നമ്മുടെ ഫൈറ്റിൻ്റെ അവസാനം 2 പേരും ഈക്വലി സ്ട്രോങ് ആണെന്നുള്ളത് തെളിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇവിടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ദ ക്രൗഡ് വാസ് എൻതൂസിയാസ്റ്റിക് ഇൻ ദ ബിഗിനിങ്, വൈ ഡിഡ് പീപ്പിൾ ഗെറ്റ് വറീഡ് ഇൻ ദ എൻഡ്? ഈ അന്റോണിയോ അതുപോലെ തന്നെ ഫെലിക്സ്, ഈ 2 പേരുടെയും ഫൈറ്റ് തുടങ്ങുമ്പോൾ ആളുകൾ ഭയങ്കര ആവേശഭരിതമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അവസാനം എല്ലാവരും പേടിച്ചു പോയി. ഫൈറ്റിൻ്റെ അവസാനം എന്തായിരിക്കും കാരണം എന്നുള്ള. എന്തായിരിക്കും കാരണം? നമ്മൾ ആ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? അവസാനം ഫൈറ്റ് അവസാനിപ്പിക്കേണ്ട ബെല്ലടിച്ചിട്ടും 2 പേര് അവസാനിപ്പിക്കുന്നില്ല. 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും
അതിശക്തമായ രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുകളൊക്കെ ഭയപ്പെട്ടു, ഇതൊരു മരണത്തിലോട്ട് കലാശിക്കുന്ന ഒരു ഫൈറ്റായി മാറുമോ എന്നുള്ളതായിരുന്നു ആളുകളുടെ ഇടയിലുള്ള ആശങ്ക. ഇനി പറയുന്നു, നോ ഡ്രീംസ് ക്യാൻ ബി റിയലൈസ്ഡ് വിത്തൗട്ട് എഫേർട്ട്. പ്രയത്നമില്ലാതെ അല്ലെങ്കിൽ പരിശ്രമമില്ലാതെ ഒരു സ്വപ്നവും യാഥാർത്ഥ്യമാവാൻ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലോട്ട് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഹൗ ഫാർ ഈസ് ദിസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് അന്റോണിയോ ആൻഡ് ഫെലിക്സ്. അന്റോണിയോ അതുപോലെ തന്നെ ഫെലിക്സ് അവരുടെ കാര്യത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്രമാത്രം യോജിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം സത്യമാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് 100% സത്യമാണ് അല്ലേ. അവർ രണ്ടു പേർക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു, ആ ലൈറ്റ് വെയിറ്റ് ചാമ്പ്യനാവുകയാണ്. അവർ രണ്ടുപേരും അതിനുവേണ്ടി വളരെയധികം അവരുടെ സ്വപ്നത്തിന് വേണ്ടി അവർ പരിശ്രമിക്കുകയാണ് ചെയ്തത്. സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. അവർ പരിശീലനം നടത്തി. രണ്ടുപേരും ഒരുമിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും മാറി നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അവരതിനു വേണ്ടി ആ മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്തു. അവർ അഗാധമായ ഫ്രണ്ട്ഷിപ്പ് അവർ സൂക്ഷിച്ചിരുന്നു. എന്നാലും അവർ പറഞ്ഞു, നമുക്ക് റിങ്ങിൽ എന്ത് ചെയ്യാം, യഥാർത്ഥ പോരാളികളെപ്പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫൈറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ അവസാനം രണ്ടുപേരും ഈക്വൽ സ്ട്രോങ് ആണെന്നുള്ളത് തെളിയിക്കുകയും ചെയ്തു എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരും ചാമ്പ്യന്മാരാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു സ്വപ്നവും യാഥാർത്ഥ്യമാക്കാൻ ഇപ്പോൾ ആളുകൾക്ക് പല സ്വപ്നങ്ങളുണ്ടാവും. ഒരുപാട് പണം ഉണ്ടാക്കാനുള്ള സ്വപ്നം ഉണ്ടാവും, വലിയ പദവിയിൽ എത്തണമെന്നുള്ള സ്വപ്നം ഉണ്ടാവും, വലിയ വലിയ ആളുകളാവണം എന്നുള്ള സ്വപ്നമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ നമ്മൾ എന്ത് വേണം, ഒരുപാട് കഠിനാധ്വാനം അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് ഈ തിങ്ക് ആൻഡ് റൈറ്റിലുള്ള. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 1 എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1 ദ ബോക്സ് ഗിവൺ ബിലോ കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് അന്റോണി ആൻഡ് ഫെലിക്സ്, ആഡ് മോർ പോയിന്റ് ടു ഇറ്റ്. ആ ബോക്സിൽ അന്റോണി അതുപോലെ തന്നെ ഫെലിക്സിനെ കുറിച്ചുള്ള ചെറിയ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് കൂടുതൽ പോയിന്റിൽ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നൗ പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ ഫ്രണ്ട്ഷിപ്പ് പോർട്രേഡ് ഇൻ ദ സ്റ്റോറി. നിങ്ങളോട് അന്റോണിയോ അതുപോലെ തന്നെ ഫെലിക്സിൻ്റെ ആ സൗഹൃദം എങ്ങനെയാണ് ഈ കഥയിൽ വിവരിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു പാരഗ്രാഫാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു എക്സാം ടിപ്സാണ്. ആക്ടിവിറ്റി 2 ആണ്, മേക്കിംഗ് അനൗൺസ്മെൻറ്റ്സ്. അനൗൺസ്മെൻറ്റ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊരു അനൗൺസ്മെൻറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ആക്ടിവിറ്റി 2 നിങ്ങൾക്ക് ഞാനൊരു അനൗൺസ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത് അവിടെ പറയുന്നത്, ഇമാജിൻ യുവർ സെൽഫ് ടു ബി ദ അനൗൺസർ ഓഫ് ദ സ്പോർട്സ് ഡേ ഇൻ യുവർ സ്കൂൾ. നിങ്ങളെ സ്കൂളിൽ സ്പോർട്സ് എടുക്കുമ്പോൾ അതിനെ അനൗൺസ് ചെയ്യുന്നത് നിങ്ങളാണെന്നുള്ള സങ്കല്പിക്കുക. റൈറ്റ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ അനൗൺസ്മെൻറ്റ് ദാറ്റ് യു വുഡ് മേക്ക് ഫോർ എനി ഓൺ ഇവൻറ്റ്. ഏതെങ്കിലും ഒരു ഇവൻറ്റിന് വേണ്ടി അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കണം. ഒരുപാട് സംഗതികളുണ്ടാവും സ്പോർട്സിനില്ലേ. ഓട്ടം ഉണ്ടാവും, റേസിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ ജമ്പിങ് ഉണ്ടാവും, ലോങ് ജമ്പ് ഉണ്ടാവും, ഹൈ ജമ്പ് ഉണ്ടാവും, പിന്നെ ഡിസ്കസ് ത്രോ ഉണ്ടാവും, ജാവലിൻ ത്രോ, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതുപോലെ റിലേ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇവൻറ്റിന് വേണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി 2 എന്താണത്, ഡിയർ സ്റ്റുഡൻസ് അറ്റൻഷൻസ് പ്ലീസ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ട്, ദ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ ലോങ് ജമ്പ് ഷുഡ് റിപ്പോർട്ട് അറ്റ് ദ വെന്യൂ ഇമ്മീഡിയറ്റ്ലി. ലോങ് ജമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പങ്കെടുക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം. വെന്യൂവിൽ ചെന്ന് ആ വേദിയിൽ നിന്നിട്ട് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ദി ഇവൻറ്റ് ഹാസ് ടു ബി സ്റ്റാർട്ടഡ് അറ്റ് വൺസ്. വളരെ പെട്ടെന്ന് നമുക്ക് പരിപാടി തുടങ്ങേണ്ടതുണ്ട്, അല്ലെ ഉടനെ തുടങ്ങുന്നതാണ്. ദിസ് ഈസ് ദ ഫൈനൽ കാൾ, ഇത് അവസാനത്തെ വിളിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനത് തന്നാണ്. പരീക്ഷയ്ക്ക് ഉണ്ടാവും ഒരു അനൗൺസ്മെൻറ്റ് ചെയ്താലുള്ള ഇത് ഉണ്ടാവും. അതിൻ്റെ കൂടെ എക്സാം ടിപ്സ് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാം ടിപ്സ് തരുന്ന സമയത്ത് തരാം. അപ്പോൾ അതാണ് ആക്ടിവിറ്റി 2 വളരെ പ്രധാനപ്പെട്ടാണ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട് തന്നിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റി 3 വളരെ അധികം പ്രധാനപ്പെട്ടാണ്, സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളൊരു ഇമാജിൻ ദാറ്റ് യു ആർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ആൻഡ് യു വിറ്റ്നസ് ദ കണ്ടസ്റ്റ് ബിറ്റ്വീൻ ദ അമിഗോ ബ്രദേഴ്സ് ആൻഡ് നോട്ട് ഡൗൺ ദ പോയിൻറ്റ്സ് വിച്ച് യു വുഡ് ലൈക്ക് ടു ഇൻക്ലൂഡ് ഇൻ യുവർ റിപ്പോർട്ട്. എന്താ പറഞ്ഞത്, നിങ്ങൾ ഈ അന്റോണിയോ അതുപോലെ തന്നെ ഫെലിക്സിൻ്റെ മത്സരം നേരിട്ട് കാണുന്നു. എന്നിട്ട് നിങ്ങളോട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വെന്യൂ എവിടെയാണ് നടക്കുന്ന സ്ഥലം അതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ടൈം ഉൾപ്പെടുത്തണം, കണ്ടസ്റ്റൻസ് മത്സരാർത്ഥികളുടെ പേരുകൾ ഉൾപ്പെടുത്തണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നിങ്ങളോട് ഉൾപ്പെടുത്താൻ പറയുന്നത്. പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ടു ബി മെയിൽഡ് ടു യുവർ എഡിറ്റർ. നിങ്ങളുടെ പത്രത്തിൻ്റെ എഡിറ്റർക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നിങ്ങളോട് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. നിങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കുക, എന്നിട്ട് അത് മെയിൽ ചെയ്യുക നിങ്ങളുടെ എഡിറ്റർക്ക്. സാധാരണ നമ്മൾ എഡിറ്റർക്കാണ് അയച്ചു കൊടുക്കുക. എഡിറ്ററാണ് പിന്നെ എഡിറ്റൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് പബ്ലിഷ് ചെയ്യണോ വേണ്ടോ, ഏത് രൂപത്തിൽ പബ്ലിഷ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുക.
അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഒരു എക്സാം ടിപ്സ് ഉണ്ട്. ഓക്കെ, അത് ഞങ്ങൾക്ക് തരുന്നുണ്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തുമ്പോൾ ആദ്യം നമുക്ക് എന്തുകൊണ്ട് ഹെഡിങ് വേണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ നോട്ട് ബുക്കിൽ തന്നിട്ടുണ്ട് ഹെഡിങ്. നോട്ട് ബുക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഫൈറ്റ് ഓഫ് അമിഗോ ബ്രദേഴ്സ് എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ലേഖകൻ്റെ പേര് വേണം. ഇർഫാൻ ഹബീബ് എന്നാണ് ലേഖകൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള പേര് ഉണ്ട്, അത് അതിൻ്റെ അടിയിലുണ്ട്. ടോംകിൻ സ്ക്വയർ പാർക്ക് എന്നുള്ള എന്തുണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. പിന്നെ എന്താണ് അവിടെ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ന്യൂസാക്കിയിട്ട് എഴുതുക. അത് നിങ്ങളുടെ നോട്ട് ബുക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടുള്ള എക്സാം ടിപ്സ് ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ടിപ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പോൾ ചെയ്യുക. അതിൽ പ്രധാനമായിട്ടും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഹെഡിങ് വേണം, ലേഖകൻ്റെ പേര് വേണം, അതുപോലെ തന്നെ ഏത് സ്ഥലത്തു നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ആ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് വേണം. ഈ 3 കാര്യങ്ങളും വളരെ വ്യക്തമായി നോട്ട് ബുക്കിലുണ്ട്. അത് തന്നെയാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ആക്ടിവിറ്റി 4 ഇവിടെ ഡിബേറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതാകാൻ ഡിബേറ്റ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആക്ടിവിറ്റി 6 ആണ്. ഹോമോണിംസ് എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. എന്താണ് ഹോമോണിംസ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഹോമോണിംസ് എന്താണ് എന്നുള്ളതിൻ്റെ നിർവചനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹോമോണിംസ് എന്ന് പറഞ്ഞാൽ, ഹോമോണിംസ് ഓർ മൾട്ടിപ്പിൾ മീനിങ് വേർഡ്സ് are words that share the same spelling and the same pronunciation but have different meanings. എന്താണ് ഹോമോണിംസ് ആണ്? ഹോമോണിംസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ മീനിങ് വേർഡ്സ് ആണ്. ഒരു വാക്കിന് പല അർത്ഥങ്ങളുള്ളത്. അതെന്താ? ദാറ്റ് ഷെയർ ദ സെയിം സ്പെല്ലിംഗ്, ഒരേ സ്പെല്ലിംഗ് ആയിരിക്കും, ആൻഡ് ദ സെയിം പ്രൊനൗൺസിയേഷൻ, ഒരേ പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, ബട്ട് ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? അർത്ഥം പലതായിരിക്കും എന്നുള്ളത്. ഞങ്ങളുടെ നോട്ടിൽ തന്നെ അതിൻ്റെ ഹോമോണിംസിന് ഉദാഹരണം തന്നിട്ടുണ്ട്. നിങ്ങൾ നോട്ടിൽ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. എന്താ നോട്ടിൽ തന്നിട്ടുള്ളത്? ലൈറ്റ് എന്നുള്ള ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. എക്സാമ്പിൾ, ദർ ഈസ് എ ഗുഡ് ലൈറ്റ് ഇൻ H2A. H2A ക്ലാസ്സിൽ നല്ല ലൈറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ലൈറ്റിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നുള്ള അർത്ഥമുണ്ട്. അതേ സ്പെല്ലിങ്ങിൽ തന്നെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു അർത്ഥമുണ്ട്. എന്താണത്? ഐ വാണ്ട് എ ലൈറ്റ് ടേബിൾ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഭാരം കുറഞ്ഞ എന്നുള്ള. അപ്പോൾ നിങ്ങൾ നോക്ക്, ലൈറ്റ് എന്ന് പറഞ്ഞ വേർഡിന് ഒരേ സ്പെല്ലിങ്, ഒരേ പ്രൊനൗൺസിയേഷൻ, പക്ഷെ ഒരിടത്ത് വെളിച്ചം എന്നാണെങ്കിൽ മറ്റേ ഇതിലെന്താ പറയുന്നത്? ഭാരം കുറഞ്ഞ എന്നുള്ളതാണ്. അതാണ് ഹോമോണിംസ് എന്ന് പറഞ്ഞാൽ. ഒരേ സ്പെല്ലിങ്, ഒരേ പ്രൊനൗൺസിയേഷൻ, പക്ഷേ അർത്ഥങ്ങൾ എന്തായിരിക്കും? മാറിയിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. എന്താണ്? നമുക്ക് നോക്കാം. ആൻ ആഫ്രിക്കൻ ബാബ് ട്രീ സ്റ്റോർസ് അപ് ടു 136,000 liters of water in its trunk to cope with the times of drought. അപ്പോൾ ബാബ് ട്രീ എന്ന് പറഞ്ഞ ട്രീ ഉണ്ട്. അത് 1,36,000 ലിറ്റേഴ്സ് വെള്ളം അതിൻ്റെ ട്രങ്കിൽ. ഇവിടെ ട്രങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കണം കേട്ടോ. ഇവിടെ ട്രങ്ക് എന്ന് പറഞ്ഞാൽ ദ മെയിൻ പാർട്ട് ഓഫ് എ ട്രീ ആണ്, ഒരു മരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ ഒരു മരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ നമ്മളെന്താ പറയുക, അതിൻ്റെ തടി മെയിൻ ഭാഗം എന്ന് പറയില്ല, ചില്ലല്ലാത്ത മെയിൻ ഭാഗം, ആ ഭാഗമാണ് ഇവിടെ ട്രങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതേ ട്രങ്ക് തന്നെ എന്താണ്, ഇവിടെ 1,36,000 ലിറ്റേഴ്സ് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവ് ബാബ് ട്രീക്ക് ഉണ്ട് എന്നുള്ള. അതിൻ്റെ ട്രങ്കിൽ, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്ത്, പ്രധാനപ്പെട്ട തണ്ടിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള എന്തുണ്ട്, നല്ല കഴിവുണ്ട് എന്നുള്ള. അപ്പോൾ ട്രങ്ക്, അതേ ട്രങ്ക് തന്നെ ഇവിടെ പറയുന്നുണ്ട് വേറെ. ദ കാർ ഹാസ് എ റിയലി ലാർജ് ട്രങ്ക്. കാറിന് വലിയ ട്രങ്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ട്രങ്ക് പറഞ്ഞാൽ സെയിം സ്പെല്ലിംഗ് ആണ്, സെയിം പ്രൊനൗൺസിയേഷൻ ആണ്. പക്ഷേ ഇവിടെ ട്രങ്കിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഡിക്കി എന്നൊക്കെ പറയില്ലേ ബാക്കിലുള്ള, അതാണ് ഇവിടെ ട്രങ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഭാഗത്ത് മരത്തിൻ്റെ മെയിൻ ഭാഗമാണെങ്കിൽ ഇവിടെ കാറിൻ്റെ ഡിക്കായിട്ട് മാറി, സ്പെല്ലിങ്ങിലോ പ്രൊനൗൺസിയേഷനിലോ മാറ്റില്ല. ഇനി അതേ ട്രങ്ക് തന്നെ ഇവിടെ വേറെ അർത്ഥം വരുന്നുണ്ട്. അഡൽട്ട് എലഫൻസ് കോമൺലി പണിഷ് യങ്ങർ എലഫൻസ് വിത്ത് എ സ്ലാപ്പ് ഫ്രം ദ ട്രങ്ക്. ഇവിടെ ട്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ തുമ്പിക്കൈ എന്നുള്ളതാണ് ഇവിടെ ട്രങ്ക് എന്ന്. അപ്പോൾ ട്രങ്കിന് എത്രയെല്ലാം അർത്ഥങ്ങളാണ് മാറിപ്പോയത്. ഈ വേറൊരു സംഗതി, ഇവിടെ പറയുന്നത് അഡൽട്ട് എലിഫൻസ് കോമൺലി പണിഷ് യങ്ങർ എലിഫൻസ്. മുതിർന്ന എലിഫൻസ് എന്ത് ചെയ്യും? അവിടെ താഴെയുള്ള എലിഫൻസിനെ പണിഷ് ചെയ്യും, ട്രങ്ക് തുമ്പിക്കൈ കൊണ്ട് അടിച്ചുകൊണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നത്, ദ മജീഷ്യൻ ക്ലൈംബഡ് ഇൻ ടു എ ട്രങ്ക്. ഇവിടെ ട്രങ്ക്, മജീഷ്യൻ മാജിക്ക് അവതരിപ്പിക്കുന്ന ആൾ ട്രങ്കിൽ കയറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തുമ്പിക്കൈയിൽ കയറി എന്നല്ല അർത്ഥം. ഇവിടെ ട്രങ്ക് എന്ന് പറഞ്ഞാൽ ബോക്സ് എന്നുള്ളതാണ്, ഒരു പെട്ടിയിൽ കയറി. ബട്ട് വെൻ ഇറ്റ് വാസ് ഓപ്പൺ എ മൊമെൻറ്റ് ലേറ്റർ യാഡ് ഡിസപ്പിയർഡ്. പക്ഷേ പെട്ടി കയറിയത് ഓപ്പൺ ചെയ്തപ്പോൾ അയാളെ കാണാനില്ല, മജീഷ്യനെ കാണാനില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഹോമോണിംസ് എന്ന് പറഞ്ഞാൽ ഒരേ സ്പെല്ലിംഗ്, ഒരേ പ്രൊനൗൺസിയേഷൻ, പക്ഷേ പല അർത്ഥങ്ങളുള്ള പല അർത്ഥങ്ങൾ, അങ്ങനെയുള്ള വാക്കുകളാണ് എന്ന് പറയുന്നത്
ഹോമോണിംസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഉദാഹരണം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ നോട്ടുകൾ ഞാൻ വേറെ ഉദാഹരണം തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ട്രങ്ക് എന്നുള്ള വേർഡാണ്. ഇപ്പോൾ 4 ഉദാഹരണങ്ങൾ പറഞ്ഞു. 4ലും എന്താണ്, ഒന്നിൽ മരത്തിൻ്റെ മെയിൻ ഭാഗമാണെങ്കിൽ, രണ്ടാമത്തേൽ കാറിൻ്റെ ഡിക്കിയാണ്, മൂന്നാമത്തേൽ അർത്ഥം എന്താണ്, തുമ്പിക്കൈയാണ്, നാലാമത്തേൽ ബോക്സ് പെട്ടി എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഹോമോണിംസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബാക്കിയായിട്ട് കാര്യമായിട്ട് പിന്നെ ഒന്നുമില്ല. നമുക്ക് അടുത്തത് അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അമിഗോ ബ്രദേഴ്സ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കണം. ഓക്കെ, നോട്ട് ഒരുപാട് ആളുകൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞ ദിവസം ഞാൻ പല ആളുകളോട് ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കൃത്യ ഡേറ്റിൽ തന്നെ നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷ് ലഭിക്കാത്ത ആളുകൾ, +1 പാസ്സാവാത്ത ആളുകൾ ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും പാസ്സായ ആളുകളും കൊടുത്തിട്ടുണ്ടാവും. ആ ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്ത ആളുകൾ നമ്മൾ വളരെ, ഞാൻ കഴിഞ്ഞ വർഷം തന്ന എക്സാം ടിപ്സിൻ്റെ പുസ്തകം നോക്കി കൃത്യമായിട്ട് പഠിക്കണം. ഈ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് അമിഗോ ബ്രദേഴ്സ് എന്നുള്ള ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ചാപ്റ്റർ ദ ഹവർ ഓഫ് ട്രൂത്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഇതുവരെ തന്ന നോട്ടുകൾ വളരെ വ്യക്തമായിട്ടുള്ള നോട്ടുകൾ എഴുതണം എന്നുള്ളതും കൂടി അറിയിക്കുന്നു. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.